ഹലോ, ഞാൻ ജൂലി രാകേഷ്. ഇന്ന് ഞാനൊരു മഹത്തായ ഒരു വ്യക്തിനെ കാണാൻ പോകണം. ഇരിഞ്ഞാലക്കുടയാണ് കാണാൻ പോകുന്നത്. പേര് സ്മിത മാമാണ്. എൻ്റെ ലൈഫ് തന്നെ മാറ്റിമറിച്ച, എൻ്റെ ഞങ്ങൾ കുറേ പെണ്ണുങ്ങളുടെ ലൈഫ് മാറ്റിമറിച്ചൊരു മഹത്തായ വ്യക്തിനെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും പറയും പോസിറ്റീവായി ഇരിക്കണം എന്ന് പറയല്ലാണ്ട് നമുക്കത് ഇരിക്കാൻ പറ്റില്ല. A to Z കാൽ മുതൽ തല മുതൽ പാദം വരെ മാറ്റിമറിച്ചൊരു മാം. നമ്മുടെയൊക്കെ പോലെ സാധാരണ തന്നെ ദൈവം പോലെ, ഞാനിപ്പോൾ ദൈവത്തെ പോലെയാണ് കാണുന്നത്. ഞാനല്ല, എന്നെ പോലെ കുറേ പേര് ഇപ്പോൾ ജീവിതത്തിലൊരു നെഗറ്റീവ് എന്നൊരു വേർഡ് പോലും നമ്മളെ യൂസ് ചെയ്യാനേ സമ്മതിക്കാത്ത ഒരു വ്യക്തി. ഇതാണ് സ്മിത മാം. മഞ്ഞ സാരി എടുത്തിട്ട് ഉള്ള അതാണ് സ്മിത മാം. വളരെ വളരെ പോസിറ്റീവ്. ബാക്കിയുള്ളവിടെയൊക്കെ ഇതിലിപ്പോൾ എല്ലാ ജാതിക്കാരുണ്ട്. ഹിന്ദു, മുസ്ലിം, അതേപോലെ ക്രിസ്ത്യൻസ് എല്ലാവരും ഉണ്ട്. വേറെ ജാതിക്കാരെ ഒരു ഇതിലേക്ക് കൊണ്ടുവരാം, പ്രത്യേകിച്ച് മുസ്ലിംസ് ക്രിസ്ത്യൻസിലെ ഇതിലേക്ക് കൊണ്ടുവരാൻ വെച്ചാൽ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. നമുക്ക് തന്നെ അറിയാം. വേറെ കുറേ ദൈവങ്ങളെയും അവരൊക്കെ അതാത് ഹിന്ദുക്കൾ മാത്രമായിരിക്കും, അല്ലെങ്കിൽ അവരുടെ മുസ്ലിംസിനാണെങ്കിൽ മുസ്ലിംസിൻ്റെ, ക്രിസ്ത്യൻസിനാണെങ്കിൽ ക്രിസ്ത്യൻസിൻ്റെ മാത്രമായിരിക്കും. ഇത് ഒരു ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരെയും കൊണ്ടുവരാൻ, ഒരവിടേക്ക് കൊണ്ടുവരാൻ വെച്ചൊരു വലിയൊരു കഴിവ് തന്നെയാണ് അത്. മുസ്ലിംസ് അവർ ക്രിസ്ത്യൻസ് മാറിയിട്ടില്ല. അവർ ഇതിലേക്ക് വരിക, അവരുടെ ദൈവത്തെ കൂടെ കൂട്ടിക്കൊണ്ട് ഇതിലേക്ക് വരിക എന്ന് വെച്ചാൽ അതൊരു ഏറ്റവും വലിയൊരു കാര്യം. ഇവിടെ സാധാരണ മനുഷ്യന്മാർ പോലെ ഇവിടെ മതങ്ങളെക്കുറിച്ചുള്ള പാട്ടോ അല്ലെങ്കിൽ ഹല്ലേലൂയാന്നോ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഓംന്നോ അങ്ങനെ യാതൊന്നുമില്ല. ഇതിപ്പോൾ ഒരു ഓർക്കസ്ട്രയുടെ ഡാൻസാണ്. ആർക്ക് വേണമെങ്കിലും കളിക്കാം, മനസ്സ് തുറന്നിട്ട്. അപ്പോൾ എല്ലാവരും അതുപോലെ ഡാൻസ് കളിക്കുന്നുണ്ട്, മനസ്സ് തുറന്നങ്ങടെ. എത്രയോ ഗൾഫിൽ നിന്ന് വരെ ഈ ഒരു മീറ്റപ്പിന് വേണ്ടി വന്നിട്ടുള്ള ആളുകളുണ്ട്. അതേപോലെ കോഴിക്കോട്, തിരുവനന്തപുരം, തമിഴ്നാട്ടിൽ നിന്ന് വരെ വന്നിട്ടുണ്ട്. മലയാളീസാണ്. അപ്പോൾ അത്രയും ദൂരത്തുനിന്ന് വരെ ഒരു ഇതിന് വേണ്ടിയിട്ട് വരിക എന്ന് വെച്ചാൽ നമ്മൾ വളരെ പോസിറ്റീവായിട്ടുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളതാണ്. മാം പറയണ പോലെ സ്പിരിച്വലോ ദൈവത്തിൻ്റെ പിന്നാലെ നമ്മൾ കുടുംബത്തെ വിട്ടിട്ട് അങ്ങോട്ട് അതിലേക്ക് ഇറങ്ങി പോകുന്നതൊന്നുമല്ല. അതിലിരുന്ന് കുടുംബത്തോടൊപ്പം ഇരുന്നിട്ട് അതിലെല്ലാ സുഖ സൗഭാഗ്യത്തോടു കൂടി പോസിറ്റീവായി ഇരുന്ന് എല്ലാ സുഖ സൗഭാഗ്യം, പൈസയ്ക്ക് പൈസ എല്ലാം കൂടെ. മാം ഒരു രൂപ പോലും തരില്ല. അത് നിങ്ങൾ വിചാരിക്കേണ്ട, അവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ രൂപ കിട്ടുന്ന ഒന്നുമില്ല. നമുക്ക് നമ്മളെ വിശ്വസിക്കുന്ന ദൈവം നമ്മളിലേക്ക് തരും. വർഷക്കണക്കിന്, ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ വർഷക്കണക്കിന് ദൈവത്തെ ഞാൻ വിളിച്ചത്, ബാക്കി എല്ലാവരും വിളിക്കുന്നുണ്ട് ദൈവം. അതാത് മുസ്ലിംസൊക്കെ അവരുടെ ദൈവത്തിനെ തന്നെ വിളിക്കുന്നത്. പക്ഷെ ആ ദൈവത്തിനെ നമ്മളിപ്പോൾ ഹിന്ദുക്കളാണെങ്കിൽ പൂജാരിക്ക് കൊണ്ട് കാശ് കൊടുത്തിട്ട് നമ്മൾ കാത്തിരിക്കും. ആ പൂജ അവിടേക്ക് എടുത്തിട്ടുണ്ടോ, പ്രാർത്ഥന എടുത്തിട്ടുണ്ടോ എന്ന് പോലുമില്ല. ഇതങ്ങനെയല്ല. നമുക്ക് ദൈവത്തോട്, നമുക്ക് മെഡിറ്റേഷനോ ഒരു ഹിപ്നോട്ടിസമോ ഒന്നുമല്ല. അത് ഇതിൽ വന്നത് മാത്രമേ അറിയുള്ളൂ. നമുക്കറിയാം, നമ്മുടെ ശ്വാസം മാത്രം ഉപയോഗിച്ചിട്ട് നമ്മൾ വിചാരിക്കുന്ന കാര്യം നമ്മൾ നേടിയെടുക്കുന്നു, അത്രമാത്രം. അതിന് അവർ നമ്മളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിരന്തരമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഒരു കാരണവശാലും നമ്മൾ നമ്മുടെ കുടുംബത്തെയും വിടുന്നില്ല, കുട്ടികളെയും വിടുന്നില്ല, അവരുടെ പഠിപ്പിനെ ഇതാക്കുന്നില്ല, നമ്മൾ വിട്ടിട്ട് എവിടെയും പോകുന്നുമില്ല, അമ്പലത്തിൽ മണിക്കൂർ കണക്ക് ഇരിക്കുന്നുമില്ല, അല്ലെങ്കിൽ വീട്ടിലെ ദൈവത്തിൻ്റെ മുന്നിലും ഇരിക്കുന്നില്ല. നമ്മൾ ദൈവത്തിനെ വിളിക്കേണ്ട സമയത്ത് വിളിക്കുന്നു. പക്ഷെ ഏത് സമയത്ത് വിളിച്ചാലാണ് ദൈവം കേൾക്കുക, എങ്ങനെ ചെയ്താലാണ് ദൈവം കേൾക്കുക എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുന്നു. എല്ലാ മതക്കാരെയും പഠിപ്പിക്കുന്നു. ഹിന്ദുക്കളെ മാത്രമല്ല. ഇവിടെ ഹിന്ദുക്കളുടേതായ ഒരു ഓംന്നോ അല്ലെങ്കിൽ ഇപ്പോൾ കൃഷ്ണൻ്റേതായ ഫ്ലൂട്ടെന്നോ അല്ലെങ്കിൽ മുസ്ലിംസിൻ്റേതായ ഒരു വാക്കോ അല്ലെങ്കിൽ ക്രിസ്ത്യൻസിൻ്റെ ആമീനോ ഒന്നുമില്ല. നിങ്ങളൊരു മനുഷ്യനാണ്, ശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ശ്വാസവും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം, ഓരോരുത്തർ വിശ്വസിക്കുന്ന ദൈവവും മാത്രം. നമുക്കിപ്പോൾ എനിക്ക് എൻ്റെ ദൈവത്തിനെ വിശ്വസിക്കാം, ക്രിസ്ത്യൻസിൻ്റെ ദൈവത്തിനെ വിളിക്കാം, മുസ്ലിംസിൻ്റെ ദൈവത്തിനെ വിളിക്കാം. പക്ഷെ അതെല്ലാം നമ്മുടെയൊക്കെ ഉള്ളിൽ മാത്രം, ആരും പുറത്തറിയുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു പരിപാടി കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പോയത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം.